வெட்ட வெளியில எப்படி பாக்குறாரு பாருங்க. அவரோட பொண்ண வயசு இருக்கும். இப்படி ஒரு அசிங்கமான வேலைய பாக்குறாரு. പേരുந்திൽ சென்ற ഇളം പെണ്ണുക്ക് നടന്ന കൊടൂരം. ഞാൻ ഓണപ്പരിപാടി കഴിഞ്ഞ് ബസ്സിൽ വന്ന സമയത്ത് ഒരാൾ എന്നെ മോശമായി നോക്കുകയും പ്രായമുള്ള ഒരാൾ പലിച്ചെന്ന വീഡിയോவை എടുത്തു വെളിയിട്ട പെൺമണി. പക്ഷേ 80% ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്ത് ബാക്കി 20% അയാളെ സപ്പോർട്ട് ചെയ്ത നാറുകളോട് എനിക്ക് പറയാനുള്ളൂ. ഈ ഫേസ്ബുക്ക് അമ്മമാരെ കുറച്ച് വിവരമില്ലാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞ ഞാൻ അവിടെ പ്രതികരിച്ചിട്ടില്ല എന്നാണ്. ഞാൻ പ്രതികരിക്കുകയും ചെയ്തു, അയാൾ ഇറങ്ങി പോവുകയും ചെയ്തു. ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്റെ ഡ്രസ്സിങ്. ഞാൻ സെറ്റ് കൊണ്ടാണ് ധരിച്ചിരുന്നത്. ഞാൻ ഡാൻസും പരിപാടിയും കഴിഞ്ഞാണ് ബസ്സിൽ കയറിയത്. ഓണപരിപാടി എന്റെ പ്ലീറ്റ് ഇച്ചിരി കുറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഞാൻ സാരി കയറ്റാണ് കൊടുക്കുന്നത്. എന്റെ ബ്ലൗസ് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത്. ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തത്. ഒന്നും കാണുന്നില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ஏஞ்சல் பேபி அப்படின்றவங்க தான் அவங்களோட இன்ஸ்டாகிராம் பேஜ்ல இந்த ஒரு மோசமான வீடியோவை ஷேர் பண்ணிருக்காங்க. அந்த ஒரு வீடியோல அவங்க ஓணம் செலிப்ரேஷனுக்காக அழகான புடவையை கட்டிக்கிட்டு பேருந்துல சென்று கொண்டிருக்கும் பொழுது அவங்க அருகில் இருக்கக்கூடிய சீட்ல உட்கார்ந்திருந்த ஒரு முதியவர் அவங்கள எட்டி எட்டி அப்படி உத்து உத்து பாக்குறாரு. இப்படி ஒரு மோசமான வேலையை அவங்க வீடியோவா எடுத்து அவங்களோட இன்ஸ்டாகிராம் பேஜ்ல வெளியிட இதற்கு பல பேருமே எதிர்ப்பு தெரிவிச்சிட்டு வராங்க. பொண்ணு வயசு இருக்கும், இப்படி ஒரு வேலையா அப்படின்னு சில பேரு சொன்னாலும் நீங்க ஏன் அப்பவே பளிச்சுன்னு பேசல? எல்லாம் உங்க ட்ரெஸ் தான் காரணம், நீங்க பிரபலமானவங்கன்றதுனால அவங்க இப்படி பண்ணலாம் அப்படி இப்படின்னு அந்த முதியவருக்கு சப்போர்ட் பண்ற மாதிரியான நிறைய கமெண்ட்ஸும் வந்திருக்குது. அதுக்குமே இவங்க பதிலடி கொடுக்கிற விதமா இந்த ஒரு வீடியோவையும் அவங்க வெளியிட்டு இருக்காங்க. அந்த ஒரு വീഡിയോയില് നല്ല പോലെ എനിക്കുണ്ട് അയാൾ കാണാൻ വേണ്ടി എത്തി നോക്കിയത്. മൂന്നാമത്തെ കാര്യം എന്റെ പ്രൊഫൈലിൽ കിടക്കുന്ന വീഡിയോ പറ്റി നിങ്ങൾ പറഞ്ഞു, ഇവിടെ എക്സ്പോസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ. എനിക്ക് ചോദിക്കാനുള്ള ഇത്ര മാത്രം. അയാൾക്കറിയോ എന്റെ അടുത്തിരിക്കുന്ന അയാൾ ഇങ്ങനെ വിചാരിച്ചു ഇത് ഏഞ്ചൽ ബേബിയാണ്, ഇവൾ ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇവള് മോഡലാണ്, ഇവള് ആങ്കറാണ്, അപ്പൊ കുറച്ച് നോക്കിയേക്കാം. അങ്ങനെയാണോ? അയാൾക്ക് എന്നെ ഒരു ചുക്കും അറിയത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. നല്ല എന്റെ അച്ഛന്റെ പ്രായമുണ്ട് അയാൾക്ക്. പിഞ്ചു കുഞ്ഞുങ്ങളെ മാത്രം ഈ കേസ് എടുത്ത് നോക്കിയാൽ എല്ലാ പെണ്ണുങ്ങളും നാട്ടും പുറത്തെ സാധാരണ പെൺകുട്ടികൾ ചുരിദാറും ഷോളും ധരിച്ച പെൺകുട്ടികളാണ് പീഡിപ്പിക്കുന്നത്. അപ്പൊ അവിടെ ഡ്രസ്സിംഗ് അല്ല.